എന്നതിന് മുമ്പ് സമരത്തിന് കാരണമായ കാര്യം E20 എന്താണ് E20 ഉണ്ടാക്കുന്ന പ്രശ്നമെന്ന് ഒന്ന് ചുരുക്കി പറയാം. എനിക്ക് തോന്നുന്നു ഇത് മനസ്സിലാവാത്തത് BJP ഫോളോവേഴ്സ്, അന്ധഭക്തന്മാരായ BJP ഫോളോവേഴ്സിന് മാത്രമേ ഉള്ളൂ. കേരളത്തിലൊക്കെ നമ്മളെടുത്താൽ പിന്നെ കേരളത്തിലെ മിക്കവാറും എല്ലാ വീടുകളിലും ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റോ ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയോ ഉള്ളൊരു കാലമാണ്. 100 വർഷം മുമ്പ് 1920 മുമ്പ് പെട്രോൾ വാഹനങ്ങൾ തുടങ്ങുന്ന സമയത്ത് തന്നെ ഈ പെട്രോളിൻ്റെ നോക്കിംഗ് എന്നൊരു പ്രശ്നം പരിഹരിക്കാൻ ഒക്ടേൻ വാല്യൂ വർദ്ധിപ്പിക്കാൻ പലതരം അഡിറ്റീവ്സ് ചേർക്കുന്നുണ്ട്. ആദ്യം അത് ലെഡായിരുന്നു, പിന്നീട് ലെഡ് പോയിസണിങ് ഉണ്ടെന്ന് കണ്ടെത്തി അത് മാറ്റി പകരം പലതരം മിശ്രിതങ്ങൾ 1970കളിൽ അമേരിക്കയിലെ ലെഡ് നിരോധിച്ചതിന് ശേഷം പടിപടിയായി പലതരം മിശ്രിതങ്ങൾ പരീക്ഷിച്ച് അവസാനം 90കൾക്ക് ശേഷമാണ് എഥനോൾ ചേർക്കുന്നത്. അപ്പം ഇത്തരം ഒരു അഡിറ്റീവ്സ് ചെറിയ അളവിൽ 1.5% നമ്മുടെ രാജ്യത്ത് 2013 മുൻപ് വരെ ചേർത്തിരുന്ന അനുവദനീയമായ അളവ് 1.5%. അത് പെട്രോളിൻ്റെ ജ്വലനം, അതിൻ്റെ കമ്പഷൻ നിയന്ത്രിക്കാൻ ആവശ്യമാണ്. പക്ഷേ ഇന്ത്യയിലെ പ്രശ്നം എന്താണ് എന്ന് വെച്ചാൽ BJP സർക്കാർ വന്നപ്പോൾ നമ്മൾ അഴിമതി നടത്താൻ എന്ത് സാധ്യതയുണ്ട് എന്നോ ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് BJP സർക്കാർ കണ്ടു എന്നുള്ളതാണ്. നേരത്തെ നിജേഷ് അരവിന്ദ് പറഞ്ഞതുപോലെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് ജയിക്കാൻ മാർഗങ്ങളുണ്ട്. ഒരു ഹിന്ദു മുസ്ലിം ഡിവൈഡ് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എടുത്തിട്ടാൽ മതി, അതുവരെ ജനങ്ങളെ പരമാവധി ഊറ്റിയെടുക്കാം. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഈ ചേർക്കുന്ന എഥനോൾ 1.5% നിർത്തിയാൽ കുഴപ്പമില്ല, അത് പിന്നെ 5% പിന്നെ 10 ഇപ്പോൾ 20. ഇന്ത്യയിൽ ഓടുന്ന വാഹനങ്ങളിൽ 90%, പിന്നെ താരതമ്യേന പുതിയ വാഹനങ്ങൾക്ക് 10% വരെയുള്ള എഥനോൾ കൈകാര്യം ചെയ്യാൻ പറ്റും. ഇവിടുത്തെ പ്രശ്നം എഥനോൾ എന്ന് പറയുന്നത് ഈഥൈൽ ആൽക്കഹോളാണ്. അതിന് എനർജി ഡെൻസിറ്റി കുറവാണ്. അതായത് പെട്രോൾ കമ്പഷൻ നടത്തുന്ന അതേ അളവിൽ ഈഥൈൽ ആൽക്കഹോൾ കമ്പഷൻ നടത്തില്ല. അപ്പോൾ എഞ്ചിൻ്റെ പവർ ഔട്ട്പുട്ട് കുറയും, എഞ്ചിൻ്റെ മൈലേജ് കുറയും. ഇത് രണ്ടും കുറവ് തീർച്ചയായിട്ടും ഉണ്ടാകുന്നതാണ്. ഇനി ഇത് കൂടാതെ എഞ്ചിന് ഡാമേജ് ഉണ്ടാവും. ആ പ്രശ്നം ഡാമേജ് ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ എഥനോളിനെ വാട്ടർ അബ്സോർബ് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ അത് ടാങ്കുകളിൽ, ഇത് ബ്ലെൻഡ് ചെയ്ത ടാങ്കുകളിൽ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് വാട്ടർ അബ്സോർബ് ചെയ്യുക. അതൊരു ഇൻഡസ്ട്രിയൽ സോൾവെൻ്റ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. എഥനോൾ ഒരു ഇൻഡസ്ട്രിയൽ സോൾവെൻ്റ് ആണ്. അത് മെറ്റൽ പാർട്സിനെ കൊറോഡ് ചെയ്യും, കാറുകളിലെ എഞ്ചിനുകളിലെ പാർട്സിനെ അത് കൊറോഡ് ചെയ്യും, അതായത് തുരുമ്പെടുപ്പിക്കും, നശിപ്പിക്കും ഓവർ എ പീരീഡ് ഓഫ് ടൈം. അപ്പം ഇങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ്. ഇനി എന്താണ് BJPക്ക് ഇതിൻ്റെ BJPയുടെ പക്ഷം? BJP സാധാരണ ഉയർത്താറുള്ള വാദങ്ങളെന്ന് പറയുന്നത് രണ്ട് കാരണങ്ങളാണ്. ഇത് രണ്ടും സാമ്പത്തികമാണ്. അതായത് ഒന്ന്, ഇന്ത്യ പെട്രോൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ്. അപ്പോൾ പെട്രോളിൻ്റെ ഇറക്കുമതി കുറയ്ക്കാൻ എന്നൊരു വാദം സർക്കാരിനുണ്ട്, ഒന്നാമത്തത്. രണ്ടാമത്തത്, കർഷകർക്ക് പ്രയോജനം ചെയ്യും എന്നുള്ളതാണ്. കാരണം എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഇവിടെ പഞ്ചസാരയിൽ നിന്നും അരിയിൽ നിന്നും അത്തരം ധാന്യങ്ങളിൽ നിന്നൊക്കെയാണ്. പക്ഷേ ഇവിടുത്തെ റിയാലിറ്റി നമ്മൾ നോക്കിയാൽ സർക്കാർ തന്നെ, നമുക്ക് സർക്കാർ സോഴ്സസിൽ നിന്ന് കിട്ടുന്ന കണക്കുകൾ അനുസരിച്ച് ഇതുവരെയുള്ള എഥനോൾ വിൽപ്പനയിൽ നിന്ന് 1 ലക്ഷത്തിലധികം കോടിയുടെ വരുമാനം സർക്കാരിനുണ്ടായിട്ടുണ്ട്. പിന്നെ ആർക്കായി വരുമാനം പോകുന്നത്? ഈ നിതിൻ ഗഡ്കരിയുടെ ഒക്കെ കുടുംബ കമ്പനി ഉണ്ടല്ലോ, അവർക്കും ഇത് ബ്ലെൻഡ് ചെയ്യുന്നവർക്ക് മാത്രമല്ല, ഡിസ്റ്റിലറി ഓണേഴ്സ് ആരാണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ പ്രയോജനം കിട്ടുന്നത്? 1 ലക്ഷം കോടിയിലധികം നേട്ടമുണ്ടായത് ഡിസ്റ്റിലറി ഓണേഴ്സിനാണ്. അതിൽ ഭൂരിപക്ഷവും BJP നേതാക്കളാണ്. BJPയുടെ കേന്ദ്ര നേതാക്കൾ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളിലെ നേതാക്കൾ, MLA മാർ, MP മാർ ഉൾപ്പെടെയുള്ളവരുടെ കമ്പനികളാണ്. 1-2 കമ്പനികളല്ല. ഈ കമ്പനികളെ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചാൽ ഇതിൻ്റെ മുഴുവൻ നേട്ടവും പോകുന്നത് BJPയിലേക്കാണ്, BJP നേതാക്കളുടെ പേരിലേക്കാണ്, അവരുടെ അക്കൗണ്ടിലേക്കാണെന്ന് മനസ്സിലാവും. നഷ്ടമുണ്ടാകുന്നത് മുഴുവൻ ഇവിടുത്തെ സാധാരണക്കാരനാണ്. അതായത് പെട്രോൾ വാങ്ങി അടിക്കുന്ന, കാറിൽ പെട്രോൾ അടിക്കുന്ന അല്ലെങ്കിൽ ബൈക്കിൽ പെട്രോൾ അടിക്കുന്നവർക്ക് ഒരു നേട്ടം ഉണ്ടാകുന്നില്ല. കാരണം 100 രൂപയ്ക്ക് നമ്മൾ പെട്രോൾ വാങ്ങിച്ചാൽ നമുക്ക് 80 രൂപയുടെ പെട്രോളേ കിട്ടുന്നുള്ളൂ. ബാക്കി 20 രൂപ എഥനോളാണ് കിട്ടുന്നത്. അതിൻ്റെ മൈലേജും പവറും കുറയും മാത്രമല്ല, ഈ പറയുന്ന എഞ്ചിൻ കേടാവും. പിന്നെ എഥനോളിൻ്റെ ഒരു സ്വഭാവം വെച്ച് ഈ റെസിഡ്യൂസ് ഉണ്ടാകുമ്പോഴാണ് എഞ്ചിനകത്ത് കരി പിടിക്കുന്നത്. നമുക്കറിയാം, വാൽവിന് തകരാറുമായിരുന്നു എഞ്ചിനുകൾക്ക്. കാരണം ഈ ബേണിങ് കൂടാതെ റെസിഡ്യൂസ് ഉണ്ട്, കരി പിടിക്കുന്ന പ്രശ്നം. അപ്പോൾ പല എഞ്ചിനുകളും അഴിച്ച് പണിയേണ്ടി വരുന്നു. അതിൻ്റെ 15 വർഷ കാലാവധി വരുന്നതിനൊക്കെ എത്ര രൂപ? വാങ്ങിച്ച 2-3 വർഷത്തിനുള്ളിൽ കാർബറേറ്റർ മാറ്റിവെക്കും. നിരവധി വാഹനങ്ങൾക്ക് കാർബറേറ്റർ മാറ്റി വയ്ക്കേണ്ടി വന്നു. ഇവിടുത്തെ കേരളത്തിലെ വർക്ക്ഷോപ്പുകളിൽ അന്വേഷിച്ചാൽ കാണാം. കേരളത്തിലെ വർക്ക്ഷോപ്പുകളിൽ 2 വീലറുകളുടെയും മറ്റും കാർബറേറ്റർ മാറ്റി വയ്ക്കുന്നതിന്, അത്തരം സർവീസ് ചെയ്യുന്നതിൻ്റെ നമ്പർ കഴിഞ്ഞ 2-3 വർഷത്തിനകം എക്സ്പോണൻഷ്യലായിട്ടാണ് കൂടിയത്. അതായത് 10 വർഷം മുമ്പുള്ള കണക്കല്ല, 5 വർഷം മുമ്പുള്ള കണക്ക് പോലുമില്ല. കഴിഞ്ഞ ഏതാനും 2-3-4 വർഷത്തിനിപ്പുറം ഇത്തരം മെയിൻ്റനൻസിൻ്റെ എണ്ണം എക്സ്പോണൻഷ്യലായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പം ഇതൊരു വളരെ സീരിയസ് ആയിട്ടുള്ളൊരു പ്രശ്നമാണ്. സർക്കാർ BJP സർക്കാർ വിചാരിച്ചത്
വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു വർഗീയ പ്രശ്നം എടുത്തിട്ട് ഇതൊക്കെ മറയ്ക്കാം എന്നുള്ളതാണ്. പക്ഷേ ഞാൻ പറഞ്ഞു വന്ന പോലെ പണ്ടത്തെ പോലെയല്ല, ജനങ്ങൾക്ക് മാറ്റമുണ്ട്. ജനങ്ങൾ കഴുതകളാണെന്നാണ് ബി ജെ പിക്കാരുടെ വിചാരം. പക്ഷേ ജനങ്ങൾക്ക് ഇതറിയാം, ജനങ്ങളിത് നേരിട്ട് അനുഭവിക്കുന്നുണ്ട്. ഞങ്ങൾ ചെയ്യുന്ന സമരത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ കാര്യം ജനങ്ങളെ അറിയിക്കുക. വാഹന ഉടമസ്ഥർക്ക് അറിയില്ല, തങ്ങളുടെ വാഹനം കാറ് മേടിച്ചു, 2 വർഷം കൊണ്ട് എന്തുകൊണ്ടത് കേടാവുന്നു. അപ്പം ജനങ്ങളെ അത് കൺവിൻസ് ചെയ്യുക, ബോധ്യപ്പെടുത്തുക എന്നുള്ള ജോലിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ആം ആദ്മി പാർട്ടി ഡൽഹിയിലും കേരളത്തിലും അടുത്ത ഓഗസ്റ്റ് 15-ന് കേരളത്തിൽ പ്രക്ഷോഭം നടക്കുന്നുണ്ട്, കേരളത്തിൽ പരിപാടികൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുക. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ പ്രശ്നം ഏറ്റെടുത്ത് ജനങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യണം. ഈ നടത്തുന്ന കൊള്ള പുറത്തു കൊണ്ടുവരണം. നിതിൻ ഗഡ്കരിയും മറ്റ് BJP നേതാക്കളും അവരുടെ കുടുംബത്തേക്ക് കൊണ്ടുവന്ന പണം, എത്ര പണമാണ് ജനങ്ങളിൽ നിന്ന് തട്ടിയെടുക്കുന്നത്. ഇനി ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാനുണ്ട്. നമ്മൾ ഈ ഇറക്കുമതിയുടെ പ്രശ്നം പറഞ്ഞു. ഞാൻ ഡിസ്റ്റിലറികൾക്ക് കിട്ടുന്ന ലാഭത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇറക്കുമതിയുടെ കാര്യത്തിലും നരേന്ദ്രമോദി സർക്കാർ എന്താ ചെയ്തേ? അതായത് നമ്മൾ റഷ്യയിൽ നിന്ന് പെട്രോൾ മേടിക്കാൻ പെർമിഷൻ അമേരിക്ക ട്രംപ് തരികയാണ്. യഥാർത്ഥത്തിൽ ഇപ്പം 1970-കളിലെ ഓയിൽ എംബാർഗോയുടെ സമയത്ത് സൗദി അറേബ്യയുമായിട്ട് അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ ഒരു കരാറുണ്ട്. നമുക്കറിയാം, പെട്രോ ഡോളർ എന്ന് പറയപ്പെടുന്ന കരാറുണ്ട്. ഇന്ത്യക്ക് അങ്ങനെ കരാർ ഉണ്ടാക്കിക്കൂടെ? നമ്മൾക്കൊരു ഡോളർ ഡിപ്പെൻഡൻസി ഇക്കാര്യത്തിൽ ഉണ്ടാവേണ്ട കാര്യമില്ല. നമുക്ക് ഡോളറിൽ ഡിപ്പെൻഡൻസി ഉള്ളതുകൊണ്ട്, പെട്രോൾ ഡോളർ ഡിപ്പെൻഡൻസി ഉള്ളതുകൊണ്ടാണ് നമുക്ക് ആ കാര്യത്തിനായി വിദേശ നാണ്യം ചെലവഴിക്കേണ്ടി വരുന്നത്. അപ്പം ഇന്ത്യയുടെ സെക്യൂരിറ്റി, ഊർജ്ജ സുരക്ഷ, പെട്രോൾ ഇന്ത്യക്ക് റിസർവ് ഉണ്ടാവണം, പെട്രോൾ ആവശ്യത്തിന് സപ്ലൈ ഉണ്ടാവണം എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് കേന്ദ്ര സർക്കാരാണ്. അതിൻ്റെ ബാധ്യത ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ മേലെ തലയിലേക്ക് കെട്ടിവെക്കരുത്. അതിൻ്റെ കൂടെ ഈ തട്ടിപ്പും കൂടെ നടത്തരുത്. ഇതാണ് ആം ആദ്മി പാർട്ടി